മേയർക്ക് ആരും സപ്പോർട്ടില്ല എന്ന് വിചാരിക്കേണ്ട. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടത് ആ വാഹനത്തിൽ, ആ ബസ്സിൽ, KSRTC ബസ്സിലുണ്ടായിരുന്ന 12 യാത്രക്കാരും ഡ്രൈവർ യദുവിനോടൊപ്പമാണ്. മേയർ ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് ആരും ഒരു വാക്ക് പറഞ്ഞില്ല എന്നൊക്കെയല്ലേ. പക്ഷേ മേയർ ആര്യ രാജേന്ദ്രന് പിന്തുണയുമായി DYFI രംഗത്ത് വന്നിരിക്കുകയാണ്. ആര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഡ്രൈവർ യദുവാണ് മോശമായി പെരുമാറിയത് എന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറയുന്നു. ലൈംഗിക അധിക്ഷേപമുണ്ടായാൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. തെമ്മാടികളെ നേരിടേണ്ടത് ആര്യ ചെയ്ത രീതിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആര്യ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചത്. പെൺകുട്ടികൾ ആര്യ പ്രതികരിച്ച രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നും VK സനോജ് പറയുന്നു. ആര്യക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നു എന്നാണ് VK സനോജിന്റെ വാക്കുകൾ. സൈബർ ഇടത്തിൽ സംഘടിതമായ ആക്രമണം നടക്കുന്നു. മറ്റേതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ അവളെ വീര വനിതയാക്കുമായിരുന്നു. ആര്യക്കെതിരായ ആക്രമണം DYFI ശക്തമായി കൈകാര്യം ചെയ്യും. ആര്യക്കെതിരായ ഹീനമായ ആക്രമണത്തിനെതിരെ പൊതുസമൂഹം പ്രതികരിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. അല്ല, പാർട്ടിയിലെ പെണ്ണുങ്ങൾക്ക് നേരെ ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് കാരണക്കാരായവരെ തെമ്മാടി എന്ന് വിളിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് വരികയുള്ളൂ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാണ്. ഇടുക്കിയിൽ ഒരു പെൺകുഞ്ഞിനെ 3 വർഷത്തോളം ലൈംഗികമായി ഉപയോഗിച്ച് കെട്ടിത്തൂക്കിയ, ഒരു വാഴത്തണ്ടുപോലെ കെട്ടിത്തൂക്കിയ കൊടും ക്രിമിനലിനെയൊക്കെ നിങ്ങൾ എന്ത് വിളിക്കും? വീരപുരുഷനെന്നോ? കുടുംബം പുലർത്താൻ ഉറക്കളച്ച് വെറും 750 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനെ തെമ്മാടി എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നെല്ലാം ഇപ്പോൾ തെളിഞ്ഞേനെ. ഏത് കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞിട്ട് പോരെ ഈ തെമ്മാടി വിളിയും ആര്യ രാജേന്ദ്രന് പിന്തുണ നൽകുന്നതുമൊക്കെ. ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടാണ് ഉയർന്നത്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ CCTV പരിശോധിക്കണമെന്ന യദുവിന്റെ ആവശ്യത്തിൽ അതേസമയം ദുരൂഹതയെന്നാണ് പോലീസ് പറയുന്നത്. KSRTC ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വൈകിയത് ബസ്സിൽ CCTV ഉണ്ട് എന്ന് അറിയാത്തതുകൊണ്ടെന്നും പോലീസ്. കഴിഞ്ഞ ദിവസം പരിശോധിച്ച CCTVയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നത് ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവർ മേയർക്കെതിരെ നൽകിയ 2 പരാതികളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പരാതികളിൽ ഇതുവരെ വസ്തുതകളില്ലെന്നാണ് പോലീസ് നിലപാട്. കഴിഞ്ഞ ദിവസമാണ് ബസ്സിലെ CCTV പരിശോധിക്കണമെന്ന ആവശ്യം ഡ്രൈവർ യദു ഉന്നയിച്ചത്. ഈ ആവശ്യം സംഭവം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് യദു മുന്നോട്ട് വെച്ചത്. അതിൽ ദുരൂഹതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസിനുള്ളത്. എന്നാൽ ലൈംഗിക അധിക്ഷേപം പോലെ ഗുരുതര സ്വഭാവമുള്ള പരാതി വന്നിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ CCTV പരിശോധിച്ചില്ല. കഴിഞ്ഞ ദിവസമാണ് പരിശോധിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ മാത്രമാണ് ക്യാമറ ഉണ്ടാവുക എന്ന നിഗമനത്തിലായിരുന്നു തങ്ങളെന്നാണ് പോലീസ് ഇതിന് നൽകുന്ന മറുപടി. 4 ദിവസം വൈകി CCTV പരിശോധനയിൽ ഒന്നും കിട്ടിയിട്ടില്ല. യദു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്ന് പ്രാഥമികമായി വിശ്വസിക്കാൻ പോലീസിന് 3 കാരണങ്ങൾ ഉണ്ട്. 1, സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ മേയർ പോലീസിനെ വിളിച്ചു നൽകിയ പരാതി. 2, തിരുവനന്തപുരം പ്ലാമൂട് ജംഗ്ഷനിൽ വെച്ച് ബസ്സും കാറും വന്ന സ്ഥാനങ്ങൾ. ഈ സ്ഥാനങ്ങളിൽ നിന്ന് കാറിന്റെ പിറകിലെ സീറ്റിലുള്ളവർക്കും ബസ് ഡ്രൈവർക്കും പരസ്പരം കാണാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 3, യദുവിന്റെ പേരിൽ മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ. എന്നാൽ യദു ആംഗ്യം കാണിക്കുന്ന ദൃശ്യങ്ങൾ ലഭിക്കേണ്ടത് കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതിന് CCTVയിൽ മുൻപ് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ഉറപ്പാക്കണം. ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ മെമ്മറി കാർഡ് വേണം എന്ന നിർബന്ധമില്ല. ഇതിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. മുൻകാലങ്ങളിൽ യദുവിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ കേസിന്റെ ഭാഗമായി അന്വേഷണം വന്നപ്പോൾ അവർ തന്നെ അത് പാർട്ടി ഇടപെട്ട് പറയിപ്പിച്ചതാണ് എന്ന ഒരു വ്യക്തത യദു ആ വിഷയത്തിൽ നൽകിയിരുന്നതാണ്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ നെല്ലും പതിരും തിരിഞ്ഞ് എന്താന്ന് വെച്ചാൽ വേഗം വരട്ടെ. പലപ്പോഴും പലയിടത്തും പാളിപ്പോയത് മേയർക്ക് തന്നെയാണ് എന്നത് തിരുവനന്തപുരം മുഴുവൻ, കേരളം മുഴുവൻ കണ്ടതാണ്. എന്തായാലും ശരി ആരുടെ ഭാഗത്തായാലും അവർക്ക് നീതി ലഭിക്കണം, തെറ്റാരുടെ ഭാഗത്തായാലും അവർക്ക് നേരെ നടപടിയും വേണം. കാര്യങ്ങൾ ഒന്ന് തിരിഞ്ഞ് വ്യക്തമാകട്ടെ. നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.